അപ്പോ ആഗോള അയ്യപ്പ ഭക്ത സംഗമം വീണ്ടും ചർച്ചയാകുന്നു, വീണ്ടും കോടതിയിലേക്ക് പോകുന്നു. കാരണം ഭക്തരെ മാത്രമല്ല കോടതിയെ വരെ ചതിച്ചുകൊണ്ടാണ് കൊള്ള നടന്നിരിക്കുന്നത് എന്നുള്ള തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. നമസ്കാരം. അപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2024 ഏപ്രിൽ മാസത്തിലായിരുന്നു കേരളത്തിൽ നടന്നത്. അതിനു മുമ്പ് 2023 ഡിസംബർ മാസത്തിൽ നമ്മുടെ കേരളത്തിൽ നവകേരള സദസ്സും നവകേരള യാത്രയും നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളിലും സ്റ്റേജ് കെട്ടുക, അല്ലെങ്കിൽ ബാനർ കെട്ടുക, പോസ്റ്റ് അടിക്കുക, അങ്ങനെയുള്ള പല രീതിയിലും ധാരാളം ഫണ്ട് പല രീതിയിൽ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ ഫണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പല പാർട്ടി നേതാക്കൾക്കാണ് കൊടുത്തിരുന്നത് എന്നുള്ളവരെ നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫണ്ട് പരമാവധി സമാഹരിക്കുക, എന്നിട്ട് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വേണ്ടി പോസ്റ്റർ അടിക്കാനും ബാനർ അടിക്കാനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ്, അതും 2 തെരഞ്ഞെടുപ്പുകളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് മുന്നിൽ വരുന്നത്. ആ സാഹചര്യത്തിൽ നമുക്ക് കേരളത്തില് പല നാടകങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണേണ്ടി വരും. ഇതുപോലെ തന്നെ പണം അടിച്ചു മാറ്റാനുള്ള പല നാടകങ്ങളും. അങ്ങനെ സർക്കാർ സ്പോൺസേർഡ് നാടകമായിരുന്നു നമ്മുടെ ദേവസ്വം ബോർഡാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നത്. അതിൽ നമ്മളുടെ SNDP, അതുപോലെ തന്നെ NSS, KPMS അങ്ങനെയുള്ള ഹിന്ദു സാമുദായിക സംഘടനകളെല്ലാം വളരെ സജീവമായിട്ട് പങ്കെടുത്തു. അതിനുശേഷം ഈ പിണറായി വിജയന്റെ 3ാം സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയുള്ള പൂർണ്ണ പിന്തുണ നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അതിന്റെ ആകെ ചെലവ് എന്ന് പറയുന്നത് 8,22,00,000 സംതിങ് രൂപയായിരുന്നു. സർക്കാർ പറയുന്ന കണക്ക് തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 4000 പേര് അതിൽ പങ്കെടുത്തു എന്ന് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് വേണ്ടി ചെലവാക്കിയത് 20,500 രൂപ കണക്കായിരുന്നു. അതായത് അങ്ങനെ ചെലവാക്കുന്ന ആ ഒരു സാഹചര്യം വന്നപ്പോൾ കൃത്യമായിട്ട് ഹൈന്ദവ വിശ്വാസികളിൽ നിന്ന് പലരും അതിനെതിരെ ഹർജികളുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അത് സർക്കാരിന്റെ മുന്നിൽ ചോദ്യം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതി ചോദിച്ചു. അപ്പോ ഭക്തരുടെ ക്യാഷ്, അതായത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള ക്യാഷോ സർക്കാരിൽ നിന്നുള്ള ക്യാഷോ ഒന്നും തന്നെ ഇതിനു വേണ്ടി ചിലവാക്കില്ല. ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്ന ആ ഒരു പരിപാടി നടത്തുന്നത് ഫുൾ സ്പോൺസർഷിപ്പോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് സർക്കാരിനോ ദേവസ്വം ബോർഡിനോ യാതൊരു ബാധ്യതയും ഇല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വാസവനും രേഖാമൂലം തന്നെ കോടതിക്ക് ഉറപ്പ് നൽകി. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ പിന്നെ സംഗമം നടത്തിക്കോളൂ എന്ന് പറയുന്ന ഒരു അനുമതി കോടതി കൊടുത്തത്. അപ്പോ അതിനുശേഷം കൃത്യമായിട്ട് ഈ ദേവസ്വം ബോർഡിന്റെ കാര്യമാവുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ കോടിക്കണക്കിന് രൂപയുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ ആ സർപ്ലസ് ഫണ്ട് എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടത് ഈ ആസ്തി രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഭക്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല കെട്ടിടങ്ങൾ പണിയുക, അല്ലെങ്കിൽ അവിടെ റോഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുക, അങ്ങനെ ആസ്തി വികസനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതില് വകമാറ്റി ചെലവാക്കിയിരിക്കുന്ന ഒരേ ഒരു സാഹചര്യമേ ഇപ്പോ നമ്മളുടെ മുമ്പിലുള്ളൂ. അതായത് കോവിഡ് കാലത്ത് ദേവസ്വം ബോർഡ് ഭക്തരുടെ നിയന്ത്രണം ഉണ്ടായിരുന്നു. ശബരിമലയിലാണെന്നുണ്ടെങ്കിൽ തന്നെ പെർ ഡേ 3000 പേരെ മാത്രം കയറ്റുള്ളൂ എന്ന് പറയുന്ന നിയന്ത്രണം. അങ്ങനെ വരുമാനം മൊത്തം ഇടിഞ്ഞപ്പോ പെൻഷൻ, ശമ്പളം, ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ്, ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രതിസന്ധി വന്നപ്പോ ആ പ്രതിസന്ധി ഘട്ടത്തിൽ കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടി വകമാറ്റി ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ തുക അതേപടി ആ സർപ്ലസ് ഫണ്ടിലേക്ക് തിരിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അയ്യപ്പ ഭക്ത സംഗമത്തിന് വേണ്ടി ഈ കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്നും പണം ചെലവാക്കി എന്നുള്ള തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഇത് നടത്തിയത്. അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്ന ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു നടത്തിപ്പ് ചുമതല എന്ന് പറയുന്നത് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കായിരുന്നു അതിന്റെ ചുമതല എന്ന് പറയുന്നത്. അങ്ങനെ അവര് പറഞ്ഞ എമൗണ്ട് ആണ് 8,22,00,000 രൂപ എന്ന് പറയുന്നത്. അതിൽ 50% തുക ആദ്യം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദേവസ്വം ബോർഡ് ഒരു 3 കോടി രൂപ കൊടുത്തു. 4,11,00,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് അഡ്വാൻസ് ആയിട്ട് അതിന് 3 കോടി ദേവസ്വം ബോർഡ് കൊടുത്തു. ആ ദേവസ്വം ബോർഡ് കൊടുത്ത ഫണ്ട് എന്ന് പറയുന്നത് ഈ കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് കൊടുത്തത്. അത് അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്നതിന് 5 ദിവസം മുമ്പ്, അതായത് 15-ാം തീയതിയാണ് കൊടുത്തത് എന്നുള്ള രേഖകളാണ് വരുന്നത്. അതായത് ദേവസ്വം സെക്രട്ടറിയുടെ
കത്ത്, അതായത് ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് പണം കൈമാറുന്നത് എന്നുള്ള ഒരു കത്ത് പുറത്തു വന്നിരിക്കുകയാണ്. അത് പുറത്തു വിട്ടിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ആണ്. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയെ ചതിച്ചു, പറഞ്ഞു പറ്റിച്ചു, വഞ്ചിച്ചു, ഭക്തരുടെ പണം കൊള്ളയടിച്ചു എന്നുള്ളതാണ് ഇപ്പോ പുറത്തേക്ക് വരുന്ന വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ കോടതിയെ ചതിച്ചു എന്ന് പറയുമ്പോൾ ഇനി അത് കോടതി വീണ്ടും പരിഗണനയ്ക്ക് എടുക്കും, കോടതി വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും. അവിടെ സർക്കാർ എന്തുത്തരമാണ് നൽകാൻ പോകുന്നത് എന്ന് ദൈവത്തിന് മാത്രം അറിയാം. കാരണം നമ്മളുടെ പ്രളയം ആ ഒരു സാഹചര്യത്തില് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് 10 കോടി ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 10 കോടി തിരിച്ചു വെക്കണം എന്ന് കോടതി ഉത്തരവിട്ടിട്ടും ഇതുവരെ 10 കോടി ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് തിരിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് പോയ കാശ് പോയി എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും.